സുഭാഷ് ചേട്ടാ, നമ്മൾ എന്ത് ചെയ്യണമെന്നാ പറയണേ? അങ്ങനെ പറയരുതെന്ന് നമുക്ക് ആളുകളോട് ചെന്ന് പറയാൻ പറ്റുമോ? സുഭാഷ് ചേട്ടാ, അവന് കിട്ടിയ അടിക്ക് അവൻ ഇനി ഒരാളുടെ അടുത്തും മിണ്ടാൻ പോണില്ല. അങ്ങനെയല്ല, ഇപ്പൊ ഇങ്ങനൊരു സംസാരം ഉണ്ടായില്ലേ? ഇനി ഓരോ അവസരത്തിലും ആളുകൾ ഇത് തന്നെ പറയും. നോക്ക്, നിധി ഒരു പാവ, അവക്കതൊന്നും താങ്ങാൻ പറ്റില്ല. നമ്മുടെ വീട്ടിൽ നമുക്ക് വേണ്ടി താമസിച്ച് ആ കുട്ടി എന്തിനെങ്ങനെ കഷ്ടപ്പെടുന്നത്? ഇനി ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ എനിക്കൊരു ആലോചന തോന്നുന്നുണ്ട്. എടാ, നമുക്കേ നിധിയും സുധീഷിനെ ഈ വീട്ടിൽ വിട്ടിട്ട് വേറെ എവിടേക്കെങ്കിലും മാറിയാലോ? എവിടേക്ക് പോകണം സുഭാഷ് ചേട്ടാ? അടുത്തെവിടെയെങ്കിലും ഒരു മാട വീട്ടിലേക്ക്. നമ്മൾ 3 പേരും അച്ഛനും കൂടി അങ്ങോട്ട് മാറുന്നു. ഇവരിവിടെ താമസിക്കട്ടെ. അല്ല, അതിനെ ഏട്ടത്തി സമ്മതിക്കൂ? എടാ, ഞാൻ സമ്മതിപ്പിക്കാം. നോക്ക്, അങ്ങനെ സംഭവിച്ചാ സുധീഷ് നിധിയെ നന്നായിട്ട് നോക്കിക്കൂടും. നമ്മളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്നു പോവും, വഴക്കിട്ടിട്ടൊന്നുമല്ല പോകുന്നേ. ദേ, നിധിയെ ആരും തെറ്റായൊരു വാക്ക് പോലും നമ്മൾ കാരണം പറയരുത്. എനിക്കത്രയേ ഉള്ളൂ. അവളുടെ ജീവിതത്തിൽ തെറ്റായ ഒരു ആരോപണത്തിന്റെ കറ പോലും നമ്മൾ കാരണം വരാൻ പാടില്ല. ഇങ്ങോട്ട് നോക്കുന്നു കേശേ, നീ ഇത്ര അപ്സെറ്റ് ആവാനുള്ള കാര്യമൊന്നും ഇതിലില്ല. എടാ, നമ്മൾ ഇവരെ വിട്ട് അധികം ദൂരേക്കൊന്നും അല്ല പോകുന്നേ. തൊട്ടടുത്ത് തന്നെ നമ്മളുണ്ടാവില്ലേ? നോക്ക്, നീ വേറൊന്നും വിചാരിക്കണ്ട. എന്താ സുഭാഷ് ചേട്ടാ, ഏടത്തേക്ക് നമ്മൾ കാരണം എന്തെങ്കിലും കുഴപ്പം വരുന്നത് ഞാൻ ആഗ്രഹിക്കൂ? നോക്ക്, അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മൾ ചെയ്തേ പറ്റൂ. എടാ, നീ ഉറങ്ങിയില്ലേ? നിങ്ങളിങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കേട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? എല്ലാവരും ചേർന്ന് ഗംഭീര ഐഡിയ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല സൂപ്പർ ആൻഡ് ഫെന്റാസ്റ്റിക് ഐഡിയ. ഞങ്ങള് പറയണതെല്ലാം കേൾക്കായിരുന്നല്ലോടാ കള്ള. നിങ്ങൾ വാതിലടച്ച് രഹസ്യം പറഞ്ഞാൽ ഞാൻ ഒളിഞ്ഞു കേട്ടൊന്നും അല്ലല്ലോ. ആണോ? തൊട്ടടുത്തിരുന്ന നിങ്ങൾ പറഞ്ഞാൽ ഞാൻ കേട്ടതാണോ കുറ്റം? ഞാൻ വെറുതെ കണ്ണും പൂട്ടി കിടക്കുമായിരുന്നു. സുഭാഷ് ഏട്ടൻ എന്തോ സംസാരിക്കാൻ പോവാണെന്ന് മനസ്സിലായി. പക്ഷെ എനിക്ക് വേണ്ടി സംസാരിക്കുമെന്ന് വിചാരിച്ചില്ല. നീ എന്തായാലും കേട്ട സ്ഥിതിക്ക് പറ. എന്റെ ഐഡിയ നല്ലതല്ലേ? പിന്നെ നല്ല ഉഗ്രൻ ഐഡിയ തന്നെ. സൂപ്പർ. കേട്ടില്ലേ? സുധീഷ് ചേട്ടൻ സുഭാഷ് ചേട്ടനെ കളിയാക്കാണ്. കളിയാക്കാണോ? അല്ലാതെ പിന്നെ തനി പൊട്ടനെ പോലെ സംസാരിച്ച പിന്നെ എങ്ങനെയാ സുഭാഷ് ചേട്ടാ? അവൾ ഈ വീട്ടിൽ നിൽക്കുന്നതേ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാ. എന്റെ കൂടെ ഒറ്റയ്ക്ക് അവൾ ഈ വീട്ടിൽ നിൽക്കുമെന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? അത് സത്യം. വേണമെങ്കിൽ എന്നെ പുറത്താക്കിയിട്ട് നിങ്ങൾ ഈ വീട്ടിൽ താമസിച്ചാലും അവൾക്ക് പ്രശ്നമില്ലാന്നേ പറയൂ. ഞാനും അവളോട് ഇരുന്നിട്ട് നിങ്ങൾ മാറി താമസിക്കാന്നാ. നല്ല ബെസ്റ്റ് ഐഡിയ. ഈ ഐഡിയക്കൊക്കെ അവൾ എങ്ങനെ സമ്മതം മൂളെന്ന് വെച്ചിട്ടാ ഈ പറയുന്നത്? എന്റെ സുഭാഷ് ഏട്ടാ, ഇനി നിങ്ങൾ തനിച്ചാക്കിയിട്ട് പോയി കഴിഞ്ഞാലും നിങ്ങളില്ലാത്ത വീട്ടിൽ താമസിക്കൂലെന്ന് പറഞ്ഞ് അവള് നേരെ ഹോസ്റ്റലിലേക്ക് അങ്ങ് പോവും. പിന്നെ ഞാൻ ഈ വീട്ടിൽ ഒറ്റയ്ക്ക് അങ്ങ് കഴിയേണ്ടി വരും. പിന്നെ എടാ, നോക്ക്, നിധിയോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. അല്ലാതെ വേറെ നിവൃത്തിയില്ല. ഇപ്പോഴത്തെ സിറ്റുവേഷൻ അതല്ലാതെ വേറെ വഴിയില്ല. എന്റെ പൊന്ന് സുഭാഷ് ഏട്ടാ, നിങ്ങളുടെ ഐഡിയ ഒന്നും നടക്കാൻ പോകുന്നില്ല. വേണമെങ്കിൽ എഴുതി വെച്ചോ. പിന്നല്ല ഏട്ടാ, സുധീഷ് ഏട്ടൻ പറയുന്നതിലും കാര്യമുണ്ട്. ഏട്ടത്തി സമ്മതിക്കാൻ അറിയില്ല. എടാ, അക്കാര്യം ഞാൻ ഏറ്റെന്ന്. ഏട്ടാ, നടക്കാത്ത കാര്യങ്ങളും പറഞ്ഞിരുന്ന് ഉറക്കം കളയാതെ കിടന്ന് ഉറങ്ങാൻ നോക്കൂ സുഭാഷ് ഏട്ടാ. എടാ നികേഷേ, ഹരീഷേ, ഈ തല്ലിപ്പൊളി ചർച്ചയായിട്ട് ഇരിക്കാനാണെങ്കിൽ പുറത്തെങ്ങാനും പോയിരുന്ന ചർച്ചയാണ് കേട്ടാ. എനിക്ക് കിടന്ന് ഉറങ്ങണം. പിന്നെ ഒരു ഐഡിയ ആയിട്ട് വന്നില്ല. സുധീഷേ, കിടക്കാല്ലേ? കിടക്കേട്ടാ. കിടന്നോ? സുഭാഷ് ഏട്ടാ, ഏടത്തോട് സത്യമായിട്ട് പറയാൻ പോണോ?
അതാടാ നികേഷ്, അത് അവളോട് പറയാൻ ഇന്നലെ നമ്മൾ തീരുമാനിച്ചതല്ലേ. ആദ്യം നീ ഇങ്ങനെ മുഖം കനപ്പിച്ചിരിക്കല്ലേ. നിങ്ങൾക്കൊക്കെ വിഷമമുണ്ടെന്ന് തോന്നിയാൽ നിധിക്കൊരു തീരുമാനം പറയാൻ പറ്റാതെ പോകും. ചിരിച്ചു കാണിച്ച നിങ്ങളോട് അവള് പൊക്കോളം പറയുമെന്ന് വിചാരിച്ചിട്ടാണ്. എന്റെ കൂടെ അവള് തനിയെ നിന്ന കാക്ക മലർന്ന് പറക്കും. ഇത് വീണ്ടും എന്നെ നാണം കെടുത്താനുള്ള ഏർപ്പാട് മാത്രമാ. സുഭാഷ് ഏട്ടാ, ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. അവൾ എന്തായാലും അത് സമ്മതിക്കാൻ പോകുന്നില്ല. നീ ഒന്നും മിണ്ടായിരിക്കും, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഞാൻ ആദ്യം അവളോടൊന്ന് സംസാരിക്കട്ടെ. ഓ, എന്തൊറ്റി? എന്താ എല്ലാവരുടെയും മുഖം വല്ലാതിരിക്കുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നുമില്ല. പക്ഷേ മോളോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. പറഞ്ഞോളൂ. മോളിരിക്കെ. സാരില്ല, സുഭാഷേട്ടൻ പറഞ്ഞോ. കാപ്പി വേണോ? ഞാൻ നേരത്തെ കുടിച്ചതല്ലേ. എന്താ സുഭാഷേട്ടാ? അത് ഇന്നലെ നടന്ന കാര്യങ്ങള് രാത്രി മുഴുവൻ ആലോചിച്ച് കിടക്കായിരുന്നു ഞാൻ. അത് ഇന്നലെ തീർന്നില്ലേ സുഭാഷേട്ടാ? അതല്ല, ഈ വീട്ടില് നമ്മൾ എങ്ങനെയാ ജീവിക്കുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷെ അത് നാട്ടുകാർക്ക് മനസ്സിലാവണമെന്നില്ലല്ലോ. നമ്മളെപ്പറ്റി ആളുകൾ എങ്ങനെയൊക്കെയാണ് പറയുന്നതെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത്. അതുകൊണ്ട് ഇനിയും താമസിക്കുന്നതിൽ അർത്ഥമില്ല. ഈ നടന്നതെല്ലാം കണക്കാക്കി ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. എന്താ ഇത്ര സീരിയസ് ആയിട്ട് സംസാരിക്കുന്നേ? പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചില്ലേ സുഭാഷേട്ടാ? അല്ല, ഇന്നലെ ഉണ്ടായത് അവസാനിച്ചു. പക്ഷെ ഇനിയും അങ്ങനെ സംഭവിച്ചാലോ? അപ്പൊ എന്ത് ചെയ്യും? ഫേസ് ചെയ്യണം, അല്ലാതെ എന്ത് ചെയ്യാനാ? ആ, അതാണ് പ്രശ്നം. ഞങ്ങൾക്ക് വേണ്ടി മോളോട് എന്തിനു സഹിക്കണം? അങ്ങനൊന്നും വരാതിരിക്കാനാ ഞാനൊരു തീരുമാനം എടുത്തത്. അപ്പൊ എല്ലാരും കൂടി എന്തോ ഡിസ്കസ് ചെയ്ത് തീരുമാനം എടുത്ത് വെച്ചിരിക്കല്ലേ? അതെടുത്തി സുഭാഷേട്ടൻ ഞങ്ങളോടെല്ലാവരോടും ഇന്നലെ സംസാരിച്ചിരുന്നു. ഹേയ് എടാ, നീ എന്താണ് നികേഷി പറയുന്നത്? അത് ഈ ഡിസ്കഷൻ ഒന്നുമില്ല. സുഭാഷ് ഏട്ടൻ പറഞ്ഞു, ഞങ്ങൾ ഇരുന്ന് കേട്ടു, അത്ര മാത്രമേ ഉള്ളൂ. ദേ, സുഭാഷേട്ടന്റെ തീരുമാനത്തിൽ എനിക്കൊരു പങ്കുമില്ല കേട്ടോ. അത് ഇയാൾ മനസ്സിലാക്കണം. എന്ത് തീരുമാനം എടുത്തത് അത് പറ. നിധി, നടന്ന പ്രശ്നങ്ങൾ ഇനിയും സംഭവിക്കാതിരിക്കാൻ എല്ലാരും കൂടി ഇവിടെ നിന്ന് മാറി താമസിച്ചാലൊന്ന് ആലോചിക്കുക. എനിക്ക് മനസ്സിലായില്ല. ആ, എല്ലാവരും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മാത്രം. അല്ല, മോളില്ല. ഇത് നിങ്ങളുടെ വീടല്ലേ, ഇത് വിട്ട് നിങ്ങൾ എവിടെ പോവാൻ? ആ, എല്ലാവരും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മാത്രം. അല്ല, മോളില്ല. ഇത് നിങ്ങളുടെ വീടല്ലേ, ഇത് വിട്ട് നിങ്ങൾ എവിടെ പോവാൻ? അല്ല, ഞങ്ങളെന്ന് വെച്ചാൽ ഞാനും ഹരീഷും നികേഷും അച്ഛനും മാറും. സുധീഷും നിധിയും ഈ വീട്ടിൽ താമസിച്ചു. ഞങ്ങളതാ ആലോചിച്ചത്. കൊള്ളാം. നിങ്ങൾക്ക് എല്ലാവർക്കും വട്ടായോ? എനിക്ക് മനസ്സിലാവുന്നില്ല. അയ്യോ, ഞങ്ങളിവിടെ അടുത്ത് തന്നെ ഉണ്ടാവും. തൊട്ടടുത്തൊരു വീട് വാടകയ്ക്ക് എടുത്ത് അവിടെ കൂടാന്നാ വിചാരിച്ചേ. എന്തിന്? അല്ല, എല്ലാവരും കൂടെ ഒരുമിച്ച് താമസിക്കുന്നതുകൊണ്ടല്ലേ ഇമാതിരി വൃത്തികേടുകളൊക്കെ കേൾക്കേണ്ടി വരുന്നത്. ഇനി അതുണ്ടാവരുത്.
ആളുകൾ പറയുന്ന അനുസരിച്ച് നമ്മൾ ഓരോന്ന് കാണിക്കാൻ തുടങ്ങിയ അതിന് നേരുണ്ടാവുള്ളൂ സുഭാഷ് ഏട്ടാ. ഞാൻ ശരിയായ കാര്യമല്ലേ പറഞ്ഞത് മോളെ? എന്ത് ശരി? ഈ വീട്ടിൽ ഇത്തിരിയെങ്കിലും കാര്യഗൗരവമുള്ള ആള് സുഭാഷ് ഏട്ടനാണെന്നാ ഞാൻ കരുതിയിരുന്നത്. ഇപ്പൊ സുഭാഷ് ഏട്ടനെ മറ്റുള്ളവരെ പോലായോ? നാളെ വേറെ ഏതെങ്കിലും ഒരുത്തൻ വേറെന്തെങ്കിലും പറയും. അപ്പോ അതനുസരിച്ച് തീരുമാനം എടുക്കോ? ചെറുപ്പത്തിലെ മുത്തശ്ശി ഒരു കഴുതയുടെ ഒരാളുടെയും കഥ പറഞ്ഞു തരുമായിരുന്നു. തലയിൽ ചുമടുമായിട്ട് ഒരാള് ഒരു കഴുതയും കൊണ്ട് വരികയായിരുന്നു. അപ്പൊ എതിരെ വന്നൊരാള് പറഞ്ഞു, ഇവൻ എന്തൊരു മണ്ടനാ, കഴുത ചുമക്കേണ്ടത് ഇവൻ ചുമക്കുന്നു. അപ്പൊ അയാൾ ഉടനെ തന്റെ തലയിലെ ഭാരം കഴുതയുടെ പുറത്ത് വെച്ച് കെട്ടി. കുറച്ചു ദൂരം പോയപ്പോ വേറൊരുത്തൻ വന്നു. അവൻ പറഞ്ഞു, ഇവൻ എന്തൊരു ദുഷ്ടനാ, ഈ മിണ്ടപ്രാണി ഇങ്ങനെ ദ്രോഹിക്കുന്നല്ലോന്ന്. അപ്പൊ അയാള് വീണ്ടും അതെടുത്ത് തിരിച്ച് തലയിൽ തന്നെ വെച്ചു. കുറെ ദൂരം കഴിഞ്ഞപ്പോ മറ്റൊരുത്തൻ പറഞ്ഞു, ഭൂലോക വിധി, കഴുതപ്പുറത്ത് കയറി ആ ചുമട് അതിന്റെ പുറത്ത് കെട്ടിവെച്ച് സുഖമായിട്ട് പോകുന്നതിന് പകരം ഇവരിങ്ങനെ കഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്ന്. എന്നാൽ അങ്ങനെ ചെയ്യാന്ന് വെച്ചപ്പോഴേക്കും അയാൾ കുഴഞ്ഞു താഴെ വീണു. സുഭാഷ് ഏട്ടൻ ഈ കഥയിലെ കഴുതയെ പോലെ ആയിക്കോ, പക്ഷേ ആ മനുഷ്യനെ പോലെ ആവരുത്. മനസ്സിലായോ? എന്താണാവോ എന്നെ പറ്റി ഒന്നും പറയാഞ്ഞത്? പിന്നെ ഞാനിവിടെ താമസിക്കേണ്ടത് ആരുടെ കൂടെയെന്ന് പറഞ്ഞില്ല. സുധീഷിന്റെ കൂടെയാണോ? ആ വന്ന് ഇയാളെ ഇവിടെ ഒറ്റക്കിട്ടിട്ട് നമ്മളെല്ലാരും മാറിപ്പോയാലും കുഴപ്പമില്ല. ഇങ്ങേരുടെ ഞാൻ താമസിക്കുന്നത് സുഭാഷ് ഏട്ടൻ വിചാരിക്കുന്നുണ്ടോ? തൃപ്തിയായല്ലോ? എന്നെ നാണം കെടുത്തിയപ്പോ സമാധാനമായല്ലോ എല്ലാവർക്കും. ഇതില് നല്ലതേ ഞാൻ ഹോസ്റ്റലിൽ തന്നെ താമസിച്ചാ മതിയായിരുന്നല്ലോ. എന്തിനാ ഇങ്ങോട്ട് തിരിച്ചു വന്നേ? അല്ല മോളെ, ഞാൻ സുഭാഷ് ഏട്ടന്റെ കരുതൽ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അതിന് ഇമാതിരി മണ്ട തീരുമാനങ്ങൾ എടുക്കരുത്. സുഭാഷ് അവിടെ നിക്ക്. വേണ്ട വേണ്ടെന്ന് 1000 തവണ ഞാൻ പറഞ്ഞതല്ലേ. അപ്പൊ എന്നെ നാണം കടത്തി അടങ്ങുമെന്ന് വിചാരിച്ചിട്ടല്ലേ? ഇപ്പൊ അവള് പറഞ്ഞു കേട്ടല്ലോ. അതേ, അവള് പറഞ്ഞ കഥയിലെ കഴുതയാവുന്നത് തന്നെയാ സുഭാഷ് ചേട്ടൻ നല്ലത്. ഇവന്റെ ഇരിപ്പത്ര ശരിയല്ലല്ലോ. എന്താണ് ബ്രദറെ ഒരു ഉഷാറില്ലാത്ത പോലെ? ഏയ് ഒന്നുമില്ല. നീ ഇതിനെ പറ്റി ആലോചിച്ചിട്ടാണോ? അത്രയ്ക്ക് ആലോചിക്കാനും മാത്രം വെറുത്തുണ്ടോടാ അവൾക്ക്? എന്താ സൂചിച്ചേട്ടാ ഇത് പറഞ്ഞേ? ഇന്നലെ അത് അവള് കാണിച്ചു തന്നതല്ലേ. എന്ത് വന്നാലും അവൾ എനിക്കും നമ്മുടെ കുടുംബത്തിനും വേണ്ടി നിൽക്കുന്നു, മനസ്സിലായില്ലേ? ഇന്നലെ മുതൽ അവളുടെ മുഖം മനസ്സിന്ന് പോണില്ല. അപ്പൊ ഇന്നലെ മുതലാണ് നീ അവളെ ശരിക്കും പ്രേമിക്കാൻ ആരംഭിച്ചതെന്ന് സാരം, അല്ലേ?
ഇന്നലെ മുതൽ അവളുടെ മുഖം മനസ്സിന്ന് പോണില്ല. അപ്പൊ ഇന്നലെ മുതലാണ് നീ അവളെ ശരിക്കും പ്രേമിക്കാൻ ആരംഭിച്ചതെന്ന് സാരം, അല്ലേ? ഇത്രയും നാളുവേ വെറും ഒരു സിറ്റുവേഷൻഷിപ്പ് ആയിരുന്നല്ലടാ. ഏയ് അങ്ങനെയൊന്നുമില്ല. അവളെനിക്കിഷ്ടാ. പക്ഷെ ഇന്നലത്തെ ഒരു ദിവസം കൊണ്ട് അവളോട് ഇഷ്ടം മാത്രല്ല, ഒരു ബഹുമാനം കൂടി തോന്നി. ഓ, സ്വന്തം വീട്ടുകാരെ എതിർത്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ എത്ര വലിയ മനസ്സ് വേണം. അത് സൂപ്പറല്ലേ? അത് ശരിയാ. എനിക്കും അത്ഭുതം തോന്നുന്നുണ്ട്. നിന്നെ പോലെ ഒരുത്തന്നെ വേണ്ടി സ്വന്തം വീട്ടുകാരെ തള്ളിക്കളയാൻ ആ കുട്ടിക്ക് ശരിക്കും വട്ടാണോന്ന് വരെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഇത്രയ്ക്ക് അങ്ങ് പ്രേമിക്കാൻ നിന്റെ കയ്യിൽ എന്ത് കോപ്പുണ്ടായിട്ടാടാ? ആ, നടക്കട്ടെ നടക്കട്ടെ. നിങ്ങൾക്ക് അസൂയ സുധിച്ചേട്ടാ. തല കുത്തി മറിഞ്ഞിട്ടും ഏട്ടത്തെ നിങ്ങളെ മൈൻഡ് ചെയ്യാത്ത വിഷമവും അതിന്റെ ബലമായ അസൂയും. ഓ, എന്നാ ശരി സാറേ. നിങ്ങളൊക്കെ നല്ല മനുഷ്യരായതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാം ശരിയായിട്ടും വരും. ഞാനാണല്ലോ ഈ വീട്ടിലെ ഏറ്റവും പൊട്ടയാള്. അതുകൊണ്ടാണ് എന്റെ ഒരു കാര്യവും നടക്കാത്തത്. ശരി. ഏയ് പോവല്ലേ, നിക്ക്, ഇരിക്കി. സുധിച്ചേട്ടാ, അതെ, എനിക്ക് അവളൊന്ന് കാണണം തോന്നുന്നു. നീ പോയി കാണും. അതിനവള് വീട്ടിലല്ലേ? വലിയ കാമുകനല്ലടാ നീ. നിനക്ക് അതിനുള്ള ധൈര്യമില്ലേ? എന്നൊരു കാര്യം ചെയ്യ്, പോയൊരു സ്വപ്നം കാണും. അല്ല പിന്നെ സുധിച്ചേട്ടാ, നിനക്ക് ഇപ്പൊ തന്നെ കാണണമെന്ന് നിർബന്ധമാണോ എന്ന് തോന്നുന്നു. ശരി എന്നാ വാ. എങ്ങോട്ട്? അവളുടെ വീട്ടിലേക്ക്. ഒയ്യോ, എന്താടാ? ശരാ, പ്രേമിക്കുന്ന പെണ്ണെ കാണുമെന്ന് തോന്നി കഴിഞ്ഞാലേ വേറെ തടസ്സങ്ങളൊന്നും ഒരു പ്രശ്നമല്ല. നീ വന്നേ. അല്ല, ഞാൻ ഷർട്ടൊന്ന് മാറ്റിട്ട്. എന്തിന്? നിനക്കിത് തന്നെ ധാരാളം. ഞാൻ വേണമെങ്കിൽ ഇതൊന്ന് മാറ്റിയിട്ട് വരാം. നീ എന്താ ഇവിടെ നിർത്തിയേ? അത് സുധിച്ചേട്ടാ. എന്താ ധൈര്യമൊക്കെ ചോർന്നു പോയാ? അല്ല, അതല്ല, വണ്ടി എടുക്കണ, അവളുടെ വീട്ടിലേക്ക് പോ. എടുക്കടാ. അല്ല, അത് എടാ മോനെ ഹരീഷ്, നീ അവളെ കാണാൻ വേണ്ടിട്ടല്ലേ വന്നേ? അതെ, പക്ഷേ. പിന്നെ എന്തോന്ന് പക്ഷേ? ഇടാ, അവളെ പോയി കാണാടാ. നീ വണ്ടി എടുത്തേ. ഏയ് നിക്ക്. എന്നൊരു കാര്യം, നീ അവളെ ഫോൺ വിളിക്കേ. അവളുടെ ഫോണിലല്ലോ സുധീഷേട്ടാ, ഞാൻ പറഞ്ഞല്ലേ. എടാ, എന്നാ പിന്നെ നേരിട്ട് പോയി വിളിക്കടാ. നീ എന്തിനാ പേടിക്കുന്നേ? വാ. അത് പ്രശ്നാവും. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്ന? എന്താ? അയ്യോ, എന്താടാ? എന്താ നീ എന്തൊക്കെ ഈ ചെയ്യുന്നേ? അയാൾ കാണും. ആര്? എടാ, നീ എന്തിനാടാ ഇങ്ങനെ പേടിക്കുന്നേ? പേടിയല്ല, അവൾക്കൊരു പ്രശ്നം ഉണ്ടാവരുത്, അതാ. ഓ, കെയറിങ്. അത് ശരി. നമ്മൾ അവളെ കാണാൻ വേണ്ടി വന്നു. പക്ഷെ എങ്ങനെ കാണും? അതിന് സാറിന് വല്ല ഐഡിയ ഉണ്ടോ ആവോ? അതിന് ഞാനും ആലോചിക്കണേ. ഇവൻ എങ്ങനെ വിളിക്കും? അത് സുധിച്ചേട്ടാ. ആന്റി, അതെ ആന്റി, ആന്റി ഒരു സഹായം ചെയ്യൂ. എന്നെ കണ്ടിട്ട് നിനക്ക് ആന്റിയാണെന്ന് തോന്നിയോ? മാലക്കണ്ണാണോ നിനക്ക്? അയ്യോ, അകലേന്ന് കണ്ടപ്പോ ആന്റിയാണെന്ന് തോന്നി. അടുത്തെത്തിപ്പോഴാ ചേച്ചിയെന്ന് മനസ്സിലായേ. ചേച്ചിയോ? ഞാനോ? തനിക്ക് എന്നെക്കാളും പ്രായം ഉണ്ടല്ലോടോ. പരിചയമുള്ള ആളാ. വല്ല ആവശ്യം ഉണ്ടായിരുന്ന? ബ്രദറിന് വേണ്ടി നാണം കിട്ടുന്നല്ലേ ഉള്ളൂ. ഞാനങ്ങ് സഹിച്ചു. മതി, വാ പോവാം. ഇങ്ങോട്ട്. ഇത് ശരിയാവില്ല, പോവാം. ചേട്ടാ, ഇവിടെ വരെ വന്നിട്ടാ. അല്ലാണ്ട് ഇപ്പൊ എന്ത് ചെയ്യാ? വാ, നമുക്ക് പോവാം. എടൊന്ന് നിന്നേ, വഴി ഉണ്ടാക്കാം നമുക്ക്. ഹരീഷേ, നിക്ക്, ഒരു വഴിയുണ്ട്.
ഹലോ എന്നെ മനസ്സിലായ? എനിക്ക് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. രേഷ്മ എന്നെ മറന്നു അല്ലേ? എന്റെ പേരെങ്ങനെ? ഈ കോളേജിൽ നിന്ന് മൂന്നാറിലേക്കുള്ള ട്രിപ്പിലെ ട്രാവൽസിൽ ബുക്ക് ചെയ്ത ട്രാവൽ ഓടിച്ചത് ഞാനായിരുന്നു. ഓ സുധീഷ്, എന്താ ഇവിടെ? ഞാനേ ഒരു പെൺകുട്ടി കാണാൻ വേണ്ടി വന്ന. എന്താ ചുറ്റിക്കളിയാണോ? ലേശം. പക്ഷെ എനിക്കല്ലോ കേട്ടോ, ദേ അവനാ. ഇയാളിത് കൊളാക്കോ ഭഗവാനെ. അല്ല, രേഷ്മി എവിടെയാണോ താമസം? അതെ, അപ്പുറത്തെ സ്ട്രീറ്റിലാ. അപ്പോ ഈ നീതുവിനറിയോ? ഏത്? നമ്മുടെ ഓട്ടോ ചന്ദ്രേട്ടന്റെ മോളോ? ആ അതന്നെ, കറക്റ്റ്. ആ നിൽക്കുന്ന എന്റെ അനിയനെ നീതുമായിട്ട് കട്ട പ്രേമത്തിലാ. അവളെ കാണാൻ വേണ്ടിട്ടാ രാവിലെ ഒന്ന് നിൽക്കുന്നത്. ഒന്ന് അവളോട് പുറത്തേക്ക് വരാൻ പറയൂ. പ്ലീസ്. കോളേജ് ട്രിപ്പിൽ ഞാനും കുറെ സഹായിച്ചല്ലോടോ. ശരി, ആര് വന്നു പറയണം? അത് കൂടെ പഠിക്കുന്ന ഒരു പെൺകുട്ടി ഒന്നെന്ന് പറഞ്ഞാൽ മതി. പേര് ഹരീഷ്. എന്ത്? അയ്യോ അല്ല, ഹരിത. ഹരിത, അത് മതി. നീതു, നീതു. എന്താ രശ്മി, വന്ന ഉടനെ നീതുവിനെ അന്വേഷിക്കുന്നുണ്ടല്ലോ, എന്താ കാര്യം? നീതുവിനെ കാണാൻ അവളുടെ ഒരു ഫ്രണ്ട് വന്നു. ഫ്രണ്ടോ? ആര്? അത് ഹരിത എന്നാ പറഞ്ഞേ. ഹരിത. നീതു, ഏതാണ് നിന്റെ ഫ്രണ്ട് ഹരിത? ഹരിത ആ ഹരീഷും അവന്റെ ചേട്ടനുമായിരുന്നു പുറത്ത്. നിങ്ങൾ അവരെ കാണാനേ ഇവിടെ പറഞ്ഞു വിട്ടെ. ദേഹത്ത് കൈവച്ചോണ്ടല്ലോ തിരിച്ചു എന്റെ കയ്യിൽ നിന്ന് കിട്ടും, പറഞ്ഞേക്കാം. എനിക്കും പ്രായമൊക്കെ ആയി. ഗുണദോഷിക്കുകയും ശാസിക്കുകയും ചെയ്തതേ നിങ്ങളുടെ കാര്യം. പകരം എന്നെ തല്ലിയ എന്റെ സ്വഭാവം പറഞ്ഞേക്കാം.